ഞാൻ ബേസിക്കലി അഡ്വക്കേറ്റ് ആണ്. ഞാൻ ഈ അഡ്വക്കേറ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഇതിനൊരു ആവശ്യക്കാരനായിരുന്നതിന്റെ ആവശ്യകത കൃത്യമായിട്ട് എന്നിലേക്ക് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടും ഞാനൊരു ആവശ്യക്കാരനോട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. നിലവിലെ 32 കൊല്ലത്തെ പ്രൊഫഷൻ പൂർണ്ണമായിട്ട് ഞാൻ ഉപേക്ഷിച്ച് ഇന്ന് ഒരു മിനിറ്റ് പോലും ആ പ്രൊഫഷന് വേണ്ടി ചെലവാക്കുന്നില്ല. അതൊരു സ്വതന്ത്രമായിട്ടുള്ള പ്രൊഫഷനാണ്, അത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അത് ഒരു സെക്കൻഡ് പോലും, ഒരു മിനിറ്റ് പോലും അതിനു വേണ്ടി ചെലവാക്കാതെ ഇന്ന് ലൈഫ് ടൈം ആയിട്ട് ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഭാഗ്യമായവരാണ്. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയിട്ടുള്ള എം ഐ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നമ്മളെല്ലാവരും വന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ അതാണ് നമ്മളുടെ ഏറ്റവും അച്ചീവ്മെന്റിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഏഴു വർഷം മുമ്പാണ് ഞാൻ ബിസിനസ്സിൽ കടന്നു വന്നത്. ഞാൻ ഇത് വരുന്നതിന് മുമ്പ് ഞാൻ ബേസിക്കലി അഡ്വക്കേറ്റ് ആയിരുന്നു. ഇതെന്റെ ഫോട്ടോ തന്നെയാണ്. 1993 ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. 13/11/2093 അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ 32 വർഷം എന്റെ പ്രൊഫഷനിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രൊഫഷനിൽ വന്നിട്ട് 32 കൊല്ലമായി. വളരെ യാദൃശ്യമായി കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഈ ബിസിനസ്സിലേക്ക്. എൻ്റെ ഒരു സുഹൃത്ത്, ക്ലയന്റുമായിട്ടുള്ളൊരു വ്യക്തി ഓഫീസിലേക്ക് കയറി വന്ന് കുറെ ഉൽപ്പന്നങ്ങളെ പറ്റി പറയലും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് നല്ല ഉൽപ്പന്നങ്ങളാണെന്ന് പറഞ്ഞ് ഒന്ന് എന്നെ ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഇതിന്റെ ഒരു സുഹൃത്തായതുകൊണ്ടും അദ്ദേഹം പറഞ്ഞ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കുറെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തു. അത് കുറച്ചധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. അത് എനിക്ക് മാത്രം ഉപയോഗിക്കാനായിരുന്നില്ല, എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാൻ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് കയ്യിലുള്ളത് കൊണ്ട് കൊടുക്കാൻ അതിനുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉൽപ്പന്നങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കള് ഞാനും ഉപയോഗിച്ചു, എൻ്റെ വീട്ടിലുള്ള ആളുകൾ ഉപയോഗിച്ചു, അത് കുറച്ചൊക്കെ എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുത്തു. അങ്ങനെ ആ ഉൽപ്പന്നങ്ങള് കൊടുത്തു. പിന്നെ അതിനെപ്പറ്റി മറന്നു. പിന്നെ അതിനെപ്പറ്റി അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞുമില്ല. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികള്, പല ബന്ധുക്കളായിട്ടുള്ള വ്യക്തികളും ചിലരൊക്കെ ഈ നല്ല പേസ്റ്റാണ്, സോപ്പാണ്, ഇതിലെ പല ഉൽപ്പന്നങ്ങളും നല്ലതാണെന്ന് പറഞ്ഞ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവരെന്നോട് ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ സുഹൃത്തിനോട് വിളിച്ചു ചോദിച്ചു. ഞാൻ അന്ന് 2-3 ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ബാങ്ക് ഓഫ് ബറോഡയും യൂണിയൻ ബാങ്കിന്റെ ഒക്കെ ലീഗൽ പാനൽ അഡ്വക്കേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻഷുറൻസിന്റെ കമ്പനിയിലെ പാനൽ അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെ ഈ സമയത്തൊക്കെ തിരക്കുള്ള സമയമായതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിരുന്നില്ല. പക്ഷെ ഈ വ്യക്തിയെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉൽപ്പന്നങ്ങൾ കൊണ്ടുതരാം, എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൽ കിട്ടില്ല, കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ പോയിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ കേരളത്തിൽ കിട്ടുന്ന ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഉൽപ്പന്നങ്ങൾ എത്തിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞു, എന്തായാലും ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ടല്ലോ, സാറിന് ഒരു അഡീഷണൽ ഇൻകത്തിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ അഡീഷണൽ ഇൻകത്തിന് ഒരു താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. ഞാൻ കോളേജ് കാലം തൊട്ട് പഠിച്ചിറങ്ങിയ കാലം തൊട്ട് തന്നെ ഒരു അഡീഷണൽ ഇൻകം വേണം. എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സർവീസ് ഓറിയന്റഡ് പ്രൊഫഷനാണ്. എന്ന് വെച്ചാൽ സർവീസാണ് മുഖ്യം. അതില് മണി ഓറിയന്റഡ് പ്രൊഫഷൻ അല്ല, പൈസയെ ആലോചിച്ചുള്ള പ്രൊഫഷൻ അല്ല. ഇന്ന് പലരും ബിസിനസ് പോലെ അഡ്വക്കേറ്റ് പ്രൊഫഷനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു എത്തിക്സോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഞാൻ ഇതിനെ കേസ് കൂടണം എന്ന് ആഗ്രഹിച്ച്, വക്കീലിനെ കേസ് കൂടണം എന്ന് ആഗ്രഹിച്ച് വരുമാനം ആഗ്രഹിക്കണമെന്ന ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോ അതില് വരുമാനം കിട്ടണം, നമുക്ക് വലിയ ആഗ്രഹങ്ങളും. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വളർന്നു വന്നത് വലിയ കടബാധ്യത ഉണ്ടായിട്ടല്ല, പക്ഷെ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പുറകെ പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അത് പൂർത്തീകരിക്കണമെങ്കിൽ വരുമാനം വേണം, ഒരു എക്സ്ട്രാ ഇൻകം വേണം എന്ന് എനിക്ക് അറിയാമായിരുന്നതുകൊണ്ട് ആ എക്സ്ട്രാ ഇൻകം എവിടുന്ന് കിട്ടുമെന്ന് അന്വേഷിച്ച് പല ട്രഡീഷണൽ ബിസിനസ്സുകളും ചെയ്തു. പക്ഷെ അതിലൊക്കെ കുറെ കൈപൊള്ളി, കുറച്ചൊക്കെ പൈസ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക ഇതിന്റെ മുതൽ മുടക്കിനെ കുറിച്ചാണ്. ഞാൻ അദ്ദേഹത്തിനോട്, എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് ബിസിനസ് അഡീഷണൽ ഇൻകം ഒക്കെ വേണം, പക്ഷെ ഇത് വലിയ പൈസയൊന്നും ഇനി മുടക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, ഇതിനി കൂടുതലൊന്നും മുതൽ മുടക്കാനില്ല, സാറ് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചല്ലോ, അതുകൊണ്ട് തന്നെ കൂടുതൽ മുതൽ മുടക്കേണ്ട കാര്യമില്ല എന്ന ആള് പറഞ്ഞപ്പോ
പിന്നെ എങ്ങനെ വരുമാനം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം, പഠിക്കണം, അതിനുവേണ്ടി ഇതിന്റെ ഒരു ട്രെയിനിങ്ങും പ്രോഗ്രാമുകളും നടക്കുന്നുണ്ട്, അതിലേക്ക് വരണം എന്ന് പറഞ്ഞ് അവിടേക്ക് എറണാകുളത്തേക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ എന്ത് വരുമാനം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ 1000 രൂപയ്ക്ക് ആഴ്ചയിൽ തുടക്കത്തിൽ കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം വന്നത്, ഞാനൊരു ബുള്ളറ്റ്, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്ക് മേടിക്കണം എന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കാനായിട്ട് 4700 രൂപയാണ് മാസത്തിൽ EMI വരിക. ആഴ്ചയിൽ 1000 കിട്ടുകയാണെങ്കിൽ 4000 കിട്ടും, ബാക്കി 700 രൂപ കണ്ടെത്തിയാൽ മതിയല്ലോ എന്നുള്ള ചിന്തയാണ് എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ അങ്ങനെ ആള് നിർബന്ധിച്ച്, എന്നിട്ട് സമയം നിർബന്ധിച്ച് വിളിച്ചപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് ഒരു ട്രെയിനിങ്ങിന് പങ്കെടുത്തു. അങ്ങനെ ട്രെയിനിങ്ങിന് പങ്കെടുത്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആയത്. ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ ആഴ്ചയിൽ 1000 രൂപ പ്രതീക്ഷിച്ചിരുന്നിടത്ത് വലിയ വരുമാനം കിട്ടുന്ന ആളുകളെ, ഇതിനേക്കാൾ എത്രയോ ഇരട്ടി വരുമാനം കിട്ടുന്ന ആളുകളെ അവിടെ കാണാൻ സാധിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നീട് പലപ്പോഴും ഇവര് ഈ പറഞ്ഞ സുഹൃത്തന്നെ അധികം വിളിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന ആളുകൾക്ക് ഈ വരുമാനം എങ്ങനെ കിട്ടുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി അവർക്ക് കിട്ടുമെങ്കിൽ എനിക്കും കിട്ടുമല്ലോ എന്ന് അത് മനസ്സിലാക്കാനായിട്ട് നിരന്തരമായിട്ട് പലപ്പോഴും ഈ ഇതുപോലെ എറണാകുളത്തും പല സ്ഥലങ്ങളിലും ഇതിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ, നമ്മുടെ ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തു. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം പങ്കെടുത്തപ്പോൾ കുറച്ചു നാൾ പങ്കെടുത്തപ്പോൾ എനിക്ക് ഒരു തിരിച്ചറിവുണ്ടായി. അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ തിരിച്ചറിവ് വരുന്നിടത്താണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. ആ തിരിച്ചറിവ് എന്താന്ന് വെച്ചാൽ, എന്റെ ആഗ്രഹങ്ങൾ, ഞാൻ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ആണെന്നുണ്ട്, അത് പൂർത്തീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചൊരു ടീമായിട്ട് പ്രവർത്തിച്ചാലേ വരുമാനം കിട്ടൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടായി. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും അട്രാക്ട് ചെയ്തൊരു കാര്യം ഇതിന്റെ നമ്മളുടെ നോമിനേഷൻ ഫെസിലിറ്റിയാണ്. ഞാൻ 32 കൊല്ലമായി പ്രൊഫഷനിൽ വന്നു. ഇനി ആ 32 കൊല്ലത്തിന് അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2 3 ബാങ്കുകളുടെ പാനലിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനില്ലെങ്കിൽ ഇതൊന്നും എൻ്റെ കുടുംബത്തിനോ ആളുകൾക്കോ ഉപകാരപ്പെടില്ല. ഞാനില്ലെങ്കിൽ എൻ്റെ വരുമാനം സ്റ്റോപ്പ് ആവും, അവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് അവിടെ നിന്ന് ഉണ്ടായപ്പോ നാളേക്ക് ഇത് ഉപകരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷേ എൻ്റെ ഈ പ്രൊഫഷണൽ ചില കമ്മിറ്റ്മെന്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അതൊന്ന് ഫുൾ സ്റ്റോപ്പ് ആയിട്ട് നിർത്താൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ടാണ് തുടങ്ങിയത്. പാർട്ട് ടൈം ആയിട്ട് ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് തുടങ്ങി. കിട്ടുന്ന സമയങ്ങളിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചു പതുക്കെ പതുക്കെ വരുമാനം കെട്ടിത്തുടങ്ങിയപ്പോ ഞാൻ ആദ്യത്തെ എൻ്റെ ബൈക്ക്, ഇതിന്റെ ബിസിനസ്സിൽ കുറെ വരുമാനം കിട്ടുന്ന ആദ്യത്തെ ഒരു ബൈക്ക്, എൻ്റെ ആഗ്രഹമായിട്ടുള്ള ബൈക്ക് ഞാൻ ഇതിലൂടെ സ്വന്തമാക്കി. ഇതിലെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഞാൻ ഒരെണ്ണം വാങ്ങിക്കുകയുണ്ടായി. അത് ശക്തമായിട്ട് അത് ഓടിച്ച് എൻ്റെ കൂടെ പല ആളുകളോടും എൻ്റെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അതിനെ യാത്ര ചെയ്ത് അവരിലേക്ക് അല്ലെങ്കിൽ പല ആളിലേക്ക് ബിസിനസ് അവസരം പറഞ്ഞപ്പോ കുറെ പേര് എന്നേക്കാൾ ചെറുപ്പമായിട്ടുള്ള ആൾക്കാരും എന്നേക്കാളും വളരെയധികം ആഗ്രഹമുള്ള ആൾക്കാരും എന്നെ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. അവരോടൊപ്പം കുറച്ച് കൂടിയപ്പോ വരുമാനം കുറേശ്ശെ കൂടിയപ്പോ ഇതിന്റെ ഒരു കോൺഫിഡൻസ് കൂടി വന്നപ്പോ അതേ വർഷം തന്നെ ഞാൻ ഒരു 10 ലക്ഷം രൂപ വിലയുള്ള ഒരു എർട്ടിഗ കാറ് അന്ന് ആ സമയത്ത് ഞാൻ വാങ്ങിക്കുകയുണ്ടായി. ആ എർട്ടിഗ കാർ വാങ്ങിച്ചു. അങ്ങനെ ആ ബിസിനസ് അത് വെച്ച് ശക്തമായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ വരുമാനം കൂടി വന്നപ്പോ വരുമാനം കൂടി അതില് ഒരു സമയം കഴിഞ്ഞപ്പോ എന്നെ സംബന്ധിച്ച് ഒരു കരിയർ ഏത് വേണമെന്ന് തെരഞ്ഞെടുക്കും. നമ്മൾ ഈ ബിസിനസ്സിനെ ഒരു കരിയറായിട്ട് എടുത്താലേ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു കരിയറാണ്. ഇതാണോ അല്ലെങ്കിൽ MI ലൈഫ് സ്റ്റൈൽ ആണോ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് എന്ന് ഒരു കരിയറായിട്ട് എടുക്കണം തീരുമാനിക്കേണ്ട ഒരു ഘട്ടം വന്ന സമയത്ത് ഞാൻ നേരത്തെ ഉണ്ടായ തിരിച്ചറിവിന്റെ മുകളിൽ ഞാൻ MI ലൈഫ് സ്റ്റൈലിൽ കണ്ടിന്യൂ ചെയ്ത് അതൊരു കരിയറായിട്ട് എടുക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ കരിയറായിട്ട് തീരുമാനിച്ച് ഇന്ന് ശരിക്കും പറഞ്ഞാൽ 4.5 വർഷത്തിലേറെ ആയിട്ട് നിലവിലെ 32 കൊല്ലത്തെ പ്രൊഫഷൻ പൂർണ്ണമായിട്ട് ഞാൻ ഉപേക്ഷിച്ച് ഇന്ന് ഒരു മിനിറ്റ് പോലും ആ പ്രൊഫഷന് വേണ്ടി ചെലവാക്കുന്നില്ല. അതൊരു സ്വതന്ത്രമായിട്ടുള്ള പ്രൊഫഷനാണ്, അത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അത് ഒരു സെക്കൻഡ് പോലും, ഒരു മിനിറ്റ് പോലും അതിനു വേണ്ടി ചെലവാക്കാതെ ഇന്ന് ലൈഫ് ടൈം ആയിട്ട് ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഈ ബൈക്ക് മേടിച്ചു, അതേ വർഷം തന്നെ ഈ കാറ് മേടിച്ച പല ആളുകളും എന്റെ കൂടെ ഉണ്ടായിരുന്ന പല അഡ്വക്കേറ്റ് സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ എന്നെ തുടക്കത്തിൽ കളിയാക്കിയിരുന്നത് പിന്നീട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ വണ്ടി 2 വണ്ടിയൊക്കെ ഒരു വർഷം മേടിക്കുന്നത് വല്ല കള്ളക്കടത്താണോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനെ ശക്തമായിട്ട് ഏറ്റെടുത്ത് മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ബിസിനസ്സുകാർ ഒരിക്കലും കാറ് വീട്ടിലിടാനല്ല, അത് ഓടിച്ചുകൊണ്ട് തന്നെ ബിസിനസ് കയറ്റിയെടുക്കാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. അത് ബാക്കിയുള്ള ആളുകളെ പോലെ കാറ് ഒരു അലങ്കാരമായിട്ട് വെക്കുന്നവരല്ല, ഇത് ശക്തമായിട്ട് ഇറങ്ങി ഓടി. ഇത് 1,60,000 കിലോമീറ്ററോളം ഈ എർട്ടിഗ കാർ ഓടിച്ചു. അങ്ങനെ ശക്തമായിട്ട് പ്രവർത്തിച്ച സമയത്ത് നമുക്ക് കമ്പനിയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ കൺവെൻഷൻ വന്നു. ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു കോൺടെസ്റ്റ് അച്ചീവറായിട്ട് അതിൽ മലേഷ്യ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതെന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു പ്രോഗ്രാമായിരുന്നു. വലിയ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റും വലിയ രീതിയിലുള്ള അവിടെ ലീഡേഴ്സിന്റെ ഒപ്പം വനി സാറിന്റെയും അനൂപ് സാറിന്റെയും അതേപോലെ തന്നെ നിതിൻ ബാബു സാറും ശരൺ സാറും എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് അന്ന് ചെലവഴിക്കാൻ ജീവിതത്തിലെ എന്റെ ചിന്താഗതിയും വളരെ രീതിയിലുള്ള മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതിനുശേഷം ഇത് ശക്തമായിട്ട് വളരെ ഫുൾ ടൈമറായിട്ട് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പത്രമാധ്യമമായിട്ടുള്ള, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പത്രമാധ്യമമായിട്ടുള്ള മലയാള മനോരമയുടെ ആഴ്ചപ്പതിപ്പില് ഈ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് വലിയൊരു ഫീച്ചർ വരികയുണ്ടായി. അതിൽ കുറെ വിജയിച്ച വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ചെറിയ റൈറ്റപ്പുകൾ വരികയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനീസാന്റെയും അനൂപ് സാറിന്റെയും ഒക്കെ വലിയ റൈറ്റപ്പിന്റെ കൂടെ തന്നെ എന്റെയും കൂടി ഒരു റൈറ്റപ്പ് അതിൽ വന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ബിസിനസ് തുടങ്ങി എന്നെ സംബന്ധിച്ച് എന്റെ പ്രൊഫഷണലിൽ വന്നിട്ട് എന്റെ പ്രൊഫഷനിൽ വന്നതിന് ശേഷം എന്റെ അഡ്വക്കേറ്റ് പ്രൊഫഷനിൽ ഇങ്ങനെ ഒരു വാർത്തയോ കാര്യങ്ങളോ വരാനുള്ള ഒരു സെലിബ്രിറ്റി പോലെ അല്ലെങ്കിൽ അതുപോലെ ഒരു വാർത്ത വരാനുള്ള യാതൊരു ചാൻസും ഇല്ല. എന്താ കാരണം വെച്ചാൽ ആയിരക്കണക്കിന് അഡ്വക്കേറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും അല്ലെങ്കിൽ അതിലിങ്ങനെ ഒരു രീതിയിലൊരു പത്രമാധ്യമത്തിൽ നമ്മളെ ഇതുപോലെ വരാനൊരു വാർത്ത വരാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷെ ഇവിടെ ഈ ബിസിനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് വന്നത്. ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പല രീതിയിലും ഇതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാനസികമായിട്ടും എല്ലാ കാര്യത്തിലും നമ്മളെ ഒരു സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഒരു വളരെ ആത്മവിശ്വാസം തരുന്ന ഒരു വാർത്തയായിരുന്നു. അതിനുശേഷം വളരെ ശക്തമായിട്ട് ചെയ്തു. കമ്പനിയുടെ റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കില് എത്തി ശക്തമായിട്ട് പ്രവർത്തിച്ച് അതിനുശേഷം വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച് ഇന്നിപ്പോ NTC എന്ന് പറഞ്ഞ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തി നിന്ന് ബിസിനസ് ചെയ്യുന്നു. അത് വളരെ സന്തോഷത്തോടെ ഇന്ന് കേരളത്തിലാകമാനം, ഇന്നിപ്പോ ഞാൻ ഇരിക്കുന്നത് കൊല്ലത്താണ്. ഇന്നലെ ഇവിടെ വന്ന് കൊല്ലം മീറ്റിംഗ് സെന്ററിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇന്ന് ഇവിടെ സ്റ്റേജിൽ നിന്ന് വർക്കുകളായിട്ട് ഇന്ന് മുന്നോട്ട് പോവാണ്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ ആ 1,60,000 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞ 2023 ജനുവരി ആദ്യം എനിക്ക് വളരെ പ്രീമിയം ആയിട്ടുള്ള നമ്മൾ ആഗ്രഹപ്രകാരമുള്ള ഒരു വണ്ടി എനിക്ക് എടുക്കാൻ സാധിച്ചു. XUV 700 എന്ന് പറയുന്ന മഹീന്ദ്രയുടെ ഒരു 26 ലക്ഷം വിലയുള്ള വണ്ടി എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വിദേശയാത്ര നടത്താൻ കഴിഞ്ഞതും ഇതുപോലെയുള്ള ഒരു വാഹനത്തിലൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്നതും. ഈ ഒരു രീതിയിലുള്ള ഈ ബിസിനസ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനി എനിക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഇതൊക്കെ ഒരിക്കലും മാത്രമല്ല, ഇത് വലിയൊരു സെലിബ്രിറ്റിയെ പോലെ ഈ ബിസിനസ്സിൽ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിൽ നിൽക്കാൻ പറയുന്നതും നമുക്ക് കിട്ടാവുന്ന ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളാണ്. വലിയ പ്രോഗ്രാമുകളിലൊക്കെ വണ്ടി സ്റ്റേജിലേക്ക് കയറി ഇറങ്ങാൻ, വിഹാൻ എന്ന് പറയുന്ന നമ്മുടെ GCI നടത്തിയ വലിയൊരു പ്രോഗ്രാമില് നമ്മൾ സാധാരണ അവാർഡ് ഷോയിലൊക്കെ കാണുന്ന ഇതാണെങ്കിൽ അവിടെ പോലും വണ്ടി പോലും കയറുന്നത് നമുക്ക് പലപ്പോഴും കാണാറില്ല. പക്ഷെ എൻ്റെ പുതിയ ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ അവിടെ സ്റ്റേജിലേക്ക് കയറി അവിടെ സ്റ്റേജിൽ ഒരു സെലിബ്രിറ്റിയിൽ വന്ന് ഇറങ്ങാനും ഇതുപോലെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ ഒപ്പം നിന്ന് മാനേജ്മെന്റിന്റെ ഒപ്പം നിന്ന് ഒരു സെലിബ്രിറ്റി പോലെ നിന്ന് അവിടെ നിന്ന് നമുക്കൊരു റെക്കഗ്നീഷനൊക്കെ നേടാൻ പറ്റുന്നത് ജീവിതത്തിലെ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ സൗഭാഗ്യങ്ങൾ ഒന്നാണ്. ഇത്രയും നേടാൻ കഴിഞ്ഞത് ഈ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രമാണ്.
വേറെ ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു വേറൊരു ഇൻഡസ്ട്രി, ഡയറക്ട് സെല്ലിംഗ് പറയുന്ന വേറൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇതുപോലെയുള്ള വേറെ ഒരു കമ്പനിയിലാണെങ്കിലും ചിലപ്പോൾ ഇതുപോലെ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇത് ശരിക്കും വലിയ ഗ്രേറ്റ് സപ്പോർട്ടും ടീമിന്റെ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്, ഇതൊരു വലിയ കുടുംബത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് നമുക്ക് എന്നെ സംബന്ധിച്ച് ഇതുപോലെയൊക്കെയുള്ള ഒരു ജീവിതത്തിൽ ഇതുപോലെ ഒരു അച്ചീവ്മെന്റ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് എന്നെ വലിയ രീതിയിൽ എന്നെ പ്രചോദിതമാക്കുന്നു, എന്നെ വലിയ രീതിയിൽ മോട്ടിവേറ്റഡ് ആക്കുന്നു, വലിയ ഇൻസ്പയർഡ് ആക്കുന്നതുമായിട്ടുള്ള ഇതാണ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ നമുക്ക്, അല്ലെങ്കിൽ എന്താണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ തരത്തിലുള്ള ടിപ്സുകൾ, എന്താണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് കമ്പനി. ഒന്നാമത് നമ്മൾ ശരിയായ ഒരു കമ്പനി തിരഞ്ഞെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ പേരിൽ ധാരാളം കമ്പനികളുണ്ട്. ഈ കമ്പനികളെ നോക്കുമ്പോൾ നല്ല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനികളുണ്ട്. പക്ഷേ അതിന്റെ ചിലപ്പോ നല്ല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായിരിക്കാം, പക്ഷെ നമുക്കത് ഇൻകം മാർഗം വളരെ ചിലപ്പോ നമുക്ക് വളരെ ലളിതമായിരിക്കില്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. അതേപോലെ തന്നെ സ്ഥിരതയോടെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടാവണം. ഇതൊക്കെയുള്ള ഒരു റൈറ്റ് കമ്പനി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനി. പല ആളുകളും ബിസിനസ്സിന് താല്പര്യം ഉണ്ടെങ്കിലും വിജയിക്കാതിരിക്കുന്നതിന് കാരണം അവര് പലപ്പോഴും തെറ്റായ കമ്പനികളിൽ പോയി ബിസിനസ് ചെയ്യുന്ന ആളുകളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് വിജയിക്കാൻ സാധിക്കാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ കാരണം, റൈറ്റ് കമ്പനിയിൽ വന്നതാണെന്നുള്ള ആദ്യത്തെ പ്രധാനം നല്ലൊരു കമ്പനിയിൽ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരിക മാത്രമല്ല നല്ലൊരു കമ്പനിയിൽ വരിക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഭാഗ്യമായവരാണ്. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയിട്ടുള്ള MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നമ്മളെല്ലാവരും വന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ അതാണ് നമ്മളെ ഏറ്റവും അച്ചീവ്മെന്റിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇതിൽ റിലേഷൻഷിപ്പിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മൾ റിലേഷൻഷിപ്പ്, ആരൊക്കെയായിട്ട് റിലേഷൻഷിപ്പ് വേണം, നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ. ശരിക്കും ഇത് അപ്ലൈനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വേണം. അതുപോലെ തന്നെ നമ്മൾ ഡൗൺലൈൻസ്, നമ്മളുടെ കൂടെയുള്ള അസോസിയേറ്റ്സ് ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് വേണം. കമ്പനിയായിട്ട് നല്ല റിലേഷൻഷിപ്പ് വേണം. ഇത് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്നതിന് നമ്മൾ ആളുകളെ പ്രോസ്പെക്ട് ചെയ്യും. ഈ പ്രോസ്പെക്ട് ചെയ്യുമ്പോൾ ആ പ്രോസ്പെക്ട് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അവരുടെ നീഡ്സ് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് അവരുടെ ആവശ്യങ്ങൾ? ആ ആവശ്യങ്ങൾക്കനുസരിച്ച് വേണം നമ്മളുടെ ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനാണ്. അവർക്ക് പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് വേണം നമ്മൾ അവതരിപ്പിക്കാനായിട്ട്. നമ്മൾ ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ആവശ്യങ്ങൾ എന്താണ്. ചിലപ്പോൾ ഈ ബിസിനസ് പല ആളുകളും ചിന്തിക്കുന്നത് വരുമാനത്തിന് മാത്രമാണ് വേണം എന്നുള്ളതാണ്. പല ആളുകളും ചിന്തിക്കുന്നത്, ശരിക്കും പല ആളുകളും വരുമാനം മാത്രമല്ല ഈ ബിസിനസ്സിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ ബിസിനസ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല ആഗ്രഹങ്ങളും, ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഒരു റിട്ടയർമെന്റ് ലൈഫ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ യാത്രകൾ ആഗ്രഹിക്കുന്നതാവാം, നല്ല ബന്ധങ്ങൾ കൂടെ ആളുകളായിട്ട് മിങ്കിൾ ചെയ്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇതുപോലെ തന്നെ വലിയ ഒരു ബിസിനസ്, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ള രീതിയിൽ, എന്നാൽ വലിയ മുതൽ മുടക്കാൻ കയ്യിൽ പൈസ ഇല്ല, എന്നാൽ നല്ല രീതിയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ പലരുടെ ആവശ്യങ്ങൾ. അതേപോലെ തന്നെ ചാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇതിനൊക്കെ പൈസ വേണം. ഇതൊക്കെ വേണമെന്നുള്ള ആഗ്രഹം, ഇവരുടെ ആവശ്യം എന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന അറിയണമെങ്കിൽ അവരുടെ ബന്ധം കൃത്യമായിട്ട് നല്ല രീതിയിൽ ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് നല്ല ആളുകളെ നമുക്ക് പ്രോസ്പെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ബിൽഡ് റിലേഷൻഷിപ്പ്, ആളുകളായിട്ട് പ്രോസ്പെക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ആവണം. നമ്മൾ നമ്മളുടെ ടീമിന്റെ കമ്പനിയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് വേണം. നമ്മളുടെ ടീമുമായിട്ട്, അസോസിയേറ്റ്സ് ആയിട്ട് വേണം. നമ്മൾ അപ്ലൈൻസ് ആയിട്ട് നല്ല ബന്ധങ്ങൾ വേണമെങ്കിലാണ് നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. നമ്മൾ ഈ ബിസിനസ് മൈലേജ് സ്റ്റൈൽ, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ കമ്പനിയിൽ പല കമ്പനികളുണ്ടെങ്കിൽ മൈലേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്. വ്യക്തികൾ വളർന്നാൽ നമുക്ക് വിജയിക്കാൻ നമുക്ക് സാധിക്കും. വ്യക്തികളെ വളർത്തിയെടുത്താൽ എല്ലാ തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യക്തികളിൽ വ്യക്തിഗതമായിട്ട് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവണം, അവരുടെ അപ്പിയറൻസ് വേണം, എല്ലാ തരത്തിലും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവണം, അവരുടെ വാക്കിലും പ്രവൃത്തികളിലും ഒക്കെ ഡെവലപ്മെന്റ് ഉണ്ടാവണം, ജീവിതത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോൾ ബാക്കി എല്ലാം ഡെവലപ്പ് ആവും എന്നുള്ളത് കമ്പനിക്കറിയാം. നമ്മളുടെ കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഈ ബിസിനസ് വന്ന വ്യക്തികളും ശക്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തികളും ജം പേഴ്സണാലിറ്റികളാവും, ഒരു രത്നങ്ങളായി മാറുമെന്നാണ്
ഞാൻ വിശ്വസിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും നല്ല രീതിയിൽ മാന്യമായ ആളുകളോട് പെരുമാറാനും നല്ല രീതിയിലുള്ള നമ്മള് ഒരു എത്തിക്സ് നല്ല സത്യസന്ധരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ബിസിനസ് വിജയിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഈ പ്രവൃത്തിയിൽ നമ്മൾ ചെയ്യുന്ന വാക്കും പ്രവൃത്തിയും കൂടി ഒരുമിച്ച് പോകണം. ഈ പ്രവൃത്തി ഒരുമിച്ച് പോകുന്ന വ്യക്തികളും അതിനെ ആ ജെം പേഴ്സണാലിറ്റീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേഴ്സണലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് തിരമാലകൾ പോലെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. തിരമാലകൾ എങ്ങനെയാണ്? തിരമാലകൾ ഒരിക്കലും ഒരു തിരമാല വന്നിട്ടല്ല അടുത്ത തിരമാല വരുന്നത്. അത് നോക്കാതെ ഒരു കൃത്യമായ തുടർച്ചയായ പ്രവർത്തനം, മഴയായാലും വെയിലായാലും കാറ്റായാലും എന്തായാലും തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് വേണം. നമുക്ക് ചിലപ്പോൾ പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ 2 മണിക്കൂറേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എങ്കിൽ പോലും ആ 2 മണിക്കൂർ കൃത്യമായി നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണ്. ഇന്ന് 2 മണിക്കൂർ വർക്ക് ചെയ്തു, നാളെ ഒരാഴ്ചക്ക് പിന്നെ വർക്ക് ചെയ്തില്ല, പിന്നെ 2 മണിക്കൂർ വർക്ക് ചെയ്തു, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളല്ല. ഇതിൽ നമ്മൾ മൈലേജ് സ്റ്റൈൽ ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല, നമ്മളിൽ മൈലേജ് സ്റ്റൈൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ മൈലേജ് സ്റ്റൈലിൽ ഉണ്ടായിരിക്കുന്നതല്ല, നമ്മളിലാണ് മൈലേജ് സ്റ്റൈൽ ഉണ്ടാവേണ്ടത്. ഇത് ഊണിലും ഉറക്കത്തിലും നമ്മൾ എപ്പോഴും നമ്മുടെ ഈ ബിസിനസിന്റെ ഒരു നമ്മൾ ചിന്തയോട് കൂടി നമ്മളൊരു തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം ഇതൊന്ന് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുകയാണ് നമ്മൾ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ വാല്യൂ, നമ്മുടെ മൂല്യങ്ങളിൽ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെ പ്രൊഡക്റ്റുകളുടെ മൂല്യം, നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള മൂല്യങ്ങൾ, അതേപോലെ തന്നെ ഇതൊക്കെ മൂല്യങ്ങളില്ലാതെ നമ്മുടെ മൂല്യം നമ്മളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും, നമ്മളുടെ വാല്യൂ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്, ആളുകളിലെ മാനേജ് ചെയ്യുന്ന ബിസിനസ്സാണ്. ആ മാനേജ് ചെയ്യുന്നതിൽ നമ്മുടെ വാല്യൂ ഓരോരുത്തരും ഇതിനെ ശക്തമായി ഏറ്റെടുത്ത് ഇതിനെ ഒരു ജീവിതമാർഗമായിട്ട്, ഇതൊരു ലാസ്റ്റ് ബസ്സായിട്ട് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അവനവന്റെ വാല്യൂ കീപ്പ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ ഭാഗം തന്നെയാണ്. ഈ പേഴ്സണൽ ഡെവലപ്മെന്റിൽ നമ്മുടെ പേഴ്സണൽ വാല്യൂ നമ്മൾ കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ വാല്യൂ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി നടക്കില്ല. അതുകൊണ്ട് തന്നെ പറയുന്നത്, നന്നായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് ശക്തമായിട്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഒരു 4-5 വർഷം സീരിയസ് ആയിട്ട് വെക്കുന്ന ഒരു ജെം പേഴ്സണാലിറ്റീസ് ആയി മാറുമെന്ന് പറയുന്നത്, നല്ലൊരു വ്യക്തിത്വമായി മാറുമെന്ന് പറയുന്നതിന് അതാണ് ഏറ്റവും നമ്മൾ പറയുന്നതിന് അർത്ഥം അതാണ്. കൃത്യമായിട്ട് നമ്മൾ പ്ലാനും അവസരങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഫോളോ അപ്പ് ഒരു സക്സസ് നമ്മൾ ചെയ്യണമെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങോട്ട്, ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത വെച്ച് നമ്മൾ ഇങ്ങോട്ട് വന്ന് നമ്മളോട് എല്ലാ കാര്യങ്ങളും ഞാൻ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ ഉണ്ടാവില്ല. ഇത് ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യണം. ചിലപ്പോൾ 1-2 വർഷം പല പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യുമ്പോഴും നമുക്ക് വേണ്ട ഒരു വ്യക്തിയെ, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, നമ്മളെ ഡയമണ്ട് ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നമ്മുടെ കൂടെ കൂട്ടാൻ നമുക്ക് പറ്റുള്ളൂ. കൃത്യമായ ഫോളോ അപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഒരു ചെറിയ ടിപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ മുന്നിലേക്ക് ഒരു നല്ല കമ്പനി നമ്മൾ തിരഞ്ഞെടുക്കണം. ബന്ധങ്ങളിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവണം. നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് എത്രയൊക്കെ നമ്മൾ ഉയർത്തിയെടുക്കാൻ പറ്റുമോ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം. ഒരു പേഴ്സണാലിറ്റി നമ്മുടെ കൂടെ വന്നവരെ ആൾക്കാരുടെയും പേഴ്സണൽ ഡെവലപ്മെന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതേപോലെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം ഇതിന് അത്യാവശ്യമാണ്. നമ്മൾ വാല്യൂ കിട്ടണം, നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയണം, ഈ ബിസിനസിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയണം. എന്തിനും കിട്ടുള്ളൂ. കൃത്യമായി ഇതൊക്കെ വെച്ച് ഫോളോ അപ്പ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ മിസ്റ്റേക്കുകളും അവർക്ക് തെറ്റിദ്ധാരണകൾ തിരുത്തി, നമ്മളുടെ നോളജ്ഫുൾ ആണെങ്കിലാണ് ഈ തെറ്റിദ്ധാരണകൾ തിരുത്താൻ പറ്റും. നമ്മൾ നോളജ്ഫുൾ ആൾക്കാരാകുമ്പോൾ അവരെ കൃത്യമായിട്ട് അവരുടെ ആവശ്യം, നേരത്തെ പറഞ്ഞ അവരുടെ എന്താണ് ബിസിനസ് കൊണ്ട് അവരുടെ ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ നമ്മുടെ കൂടെ ധാരാളം ആളുകളെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ നമുക്കിത് ചേർന്നതാണോ എന്നുള്ളത് പല ആളുകൾക്ക് ചിന്തയുണ്ട്. എനിക്ക് പറ്റിയതാണോ,
എനിക്ക് പറ്റില്ല. ഞാൻ ബേസിക്കലി അഡ്വക്കേറ്റ് ആണ്. ഞാൻ ഈ അഡ്വക്കേറ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഇതിനൊരു ആവശ്യക്കാരനായിരുന്നതിന്റെ ആവശ്യകത കൃത്യമായിട്ട് എന്നിലേക്ക് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടും ഞാനൊരു ആവശ്യക്കാരനോട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. പക്ഷേ എന്റെ കൂടെയുള്ള ഒരു അഡ്വക്കേറ്റ് പോലും ഞാൻ ഈ ബിസിനസിന്റെ അവസരം പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയതല്ലാതെ പല ആളുകളും ബിസിനസ് കടന്നു വന്നില്ല. പല ആളുകളും ചിന്തിക്കുന്നത് എനിക്ക് ഇത് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എനിക്കിത് തരുമോ, അല്ലെങ്കിൽ എനിക്കിത് പറ്റുമോ എന്നുള്ള ചിന്തയാണ് പല ആളുകളും ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോവാതെ സ്റ്റാർട്ട് ചെയ്യാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മളൊരു പേഴ്സണാലിറ്റിയും അതിന്റെ സ്ട്രെങ്ത്തും നമ്മൾ തിരിച്ചറിയണം. എല്ലാവർക്കും ഈ ബിസിനസ് യോജിക്കുന്നു ഞാൻ പറയുന്നില്ല. നമ്മൾക്ക് ഒരു ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ തയ്യാറുള്ളതും വളരെ ഉൾവലിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഈ ബിസിനസ് പറ്റുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. നമ്മൾ ആളുകളായിട്ട് ബന്ധപ്പെടാൻ തയ്യാറുള്ള വ്യക്തികളും ആളുകളോട് ബന്ധങ്ങൾ കൂടുതൽ ഇടപഴകി ജീവിക്കാൻ പറ്റുന്നതും ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു പോസിറ്റീവായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പ്രോസ്പെക്റ്റീവായി ചിന്തിക്കുന്ന എല്ലാവർക്കും നമ്മുടെ സ്ട്രെങ്ത്തുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശക്തി നമ്മൾ തിരിച്ചറിയണം. നമുക്ക് പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സ്ട്രെങ്ത്തുകളും നമുക്കുണ്ട്. ഈ സ്ട്രെങ്ത്തുകൾ നമ്മൾ തിരിച്ചറിയാൻ നമ്മൾക്ക് ചിലപ്പോൾ നന്നായി സംസാരിക്കാൻ പറ്റുന്ന വ്യക്തിയായിരിക്കാം. നമ്മളെ കൂടുതൽ നമ്മളിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കളിലേക്ക് നമ്മളൊരു മുൻനിർത്തി ഇറങ്ങി പല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ബിസിനസ് ശക്തമായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് സർവീസ്, നമ്മളുടെ പ്രൊഡക്റ്റും സർവീസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു സർവീസായിട്ട് കാണണം. പ്രൊഡക്റ്റുകൾ നമ്മുടെ മറ്റുള്ളവരുടെ ഞാൻ പറഞ്ഞു പല പ്രോബ്ലങ്ങൾക്കും ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മൾക്ക് പല ആളുകളുടെയും ആരോഗ്യ പ്രശ്നങ്ങളിൽ പരിഹാരമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. അതേപോലെ ഒരാളുടെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ആ വരുമാന മാർഗം ഇന്ന് കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. കേരളത്തിലെ കുടുംബങ്ങളുടെ 60% ആളുകളും കടക്കണിയിലാണെന്നാണ് പറയുന്നത്. ₹1 എങ്ങനെ സേവ് ചെയ്യണമെന്ന് അറിയില്ല, എവിടെ എന്ത് സേവ് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ വരുമാനം ഉണ്ടാക്കണമെന്ന് മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ പ്രൊഡക്ട്സും. അതേപോലെ തന്നെ ഇൻകം മാർഗം എന്ന് പറയുന്നതും ഒരു പ്രൊഡക്റ്റായിട്ട് കാണണം. അത് പ്രൊഡക്റ്റായിട്ട് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്തരം ഒരു 2,10,000 കിട്ടാത്ത ഏത് വ്യക്തികൾക്കും മാസ്റ്റർ കിട്ടാൻ പറ്റുന്നത്. നമുക്കറിയാം, കാലങ്ങൾ മാറുമ്പോൾ നമ്മൾ 2,10,000 എന്ന് പറയുന്നത് നമ്മളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുന്ന വലിയൊരു എമൗണ്ട് ആണ്. ഇത് നമുക്ക് കിട്ടാത്ത ആരോട് ഈ അവസരം നമുക്ക് പറയാൻ പറ്റും. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞ് അവർക്കൊരു സൊല്യൂഷൻ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് ശരിക്കും അയാൾക്ക് ആവശ്യമുള്ളതാണെന്ന്. എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് ഒരു എക്സ്ട്രാ ഇൻകം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ഈ അവസരം കേട്ടപ്പോൾ എനിക്ക് ഒറ്റയ്ക്കായിട്ട് അത് നടക്കാൻ സാധിച്ചു. വിദേശയാത്ര നടത്തിയത് ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം മാത്രമാണ്. ഇത്രയും നല്ലൊരു കാർ ഉപയോഗിക്കുന്ന ഈ ബിസിനസ്സിന്റെ വന്ന ഒറ്റ കാരണം കൊണ്ടാണ്. എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് എൻറോൾ ചെയ്ത ഒരു 8-10 ആൾക്കാരുണ്ട്. ഞങ്ങൾ എല്ലാ കൊല്ലവും ഒരുമിച്ചൊന്ന് ഗെറ്റ് ടുഗദർ പോലെ കൂടുമ്പോൾ അതിൽ ഏറ്റവും നല്ല കാർ ഉപയോഗിക്കുന്നത് ഞാനാണെന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ട്. അത് ഈ ബിസിനസ്സിൽ വന്നുകൊണ്ട് മാത്രമാണെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഒരു സൊല്യൂഷൻ പോലെ കൊടുക്കാൻ പറ്റും. അതേപോലെ അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു കോമ്പൻസേഷൻ പ്ലാനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ആളുകളോട് അവതരിപ്പിക്കാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നന്നായി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൻസേഷൻ പ്ലാൻ നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. അതേപോലെ തന്നെ ടൈം കമ്മിറ്റ്മെന്റ് നമുക്ക് ഫ്രീഡത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഞാനൊരു കോടതിയിലാണെങ്കിൽ ഒരു ഫയൽ എൻ്റെ കയ്യിലുള്ളെങ്കിൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കണം. വർഷങ്ങളോളം നമുക്കറിയാം കോടതികളിലൊക്കെ കേസും കാര്യങ്ങളൊക്കെ തീരുന്ന സമയമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വരുമാനം കിട്ടുന്നോ അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനും, എന്നാൽ ഒന്നും പ്രവർത്തിക്കേണ്ട എന്നല്ല, പക്ഷെ കൃത്യമായ രീതിയിൽ കൃത്യമായ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, നമുക്ക് അതിനെ നിർബന്ധപൂർവ്വം പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിൽ വലിയ അച്ചീവ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ടൈമിംഗ് കമ്മിറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും പ്രവർത്തിക്കാതിരിക്കലല്ല, കൃത്യമായ ഇടവേള കൃത്യമായ സമയം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഞാൻ നിങ്ങളും ഇന്ന് മുഖാമുഖം കണ്ടിവിടെ സംസാരിക്കുന്നത് GCI എന്ന് പറയുന്ന അനീസാറും അനൂപ് സാറുമുള്ള ആ ഒരു ഗ്രേറ്റ് പ്ലാറ്റ്ഫോമിന്റെ അതിന്റെ ആ ഒരു ബേസിലാണ്. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവർ മാനത്ത് കാണുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള അത്രയും നമ്മൾക്ക് മുന്നിൽ സപ്പോർട്ട് തരുന്ന ഒരു GCI എന്ന് പറഞ്ഞ ഗ്രേറ്റ് ഓർഗനൈസേഷന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ്സിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്റെ ബുദ്ധി കൊണ്ടോ സിസ്റ്റം ഒന്നുകൊണ്ടല്ല, ഞാൻ വക്കീലായതുകൊണ്ടല്ല ഈ ബിസിനസ്സിലേക്ക് വിജയിച്ചത്. തീർച്ചയായിട്ടും എന്റെ ലീഡേഴ്സ്, ഞാൻ ഈ ഒരു ടീമിൽ വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഞാൻ ഈ ബിസിനസ് കടന്നത് സുഹൃത്തു വഴിയാണെങ്കിൽ ഇതില് എനിക്ക് എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്ത് എന്നെ വഴിത്തിരിവായത് നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ശരൺ സാറ് എന്നെ മീറ്റ് ചെയ്ത്, ശരൺ സാറിനെ ശരിക്കും എന്നെ അറിയില്ലായിരുന്നു. പക്ഷേ ആ ശരൺ സാറിന്റെ സപ്പോർട്ട് വന്നു. അതുകൊണ്ട് GCI എന്ന് പറഞ്ഞ ഈ ഓർഗനൈസേഷന്റെ സപ്പോർട്ടിലേക്ക് വന്നു. നമ്മുടെ ഏറ്റവും ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നിതിൻ ബാബു സാറിന്റെ ഏറ്റവും അടുത്ത സപ്പോർട്ട് ഉണ്ട്. ഇതിനേക്കാളുപരി അനീസാറിന്റെയും അനൂപ് സാറിന്റെ ഒക്കെ ഗ്രേറ്റ് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ NTC അവര് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ ഞാൻ ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. ഞാൻ എന്റെ ബുദ്ധി ഇതിൽ കടത്താൻ തയ്യാറായില്ല. എനിക്ക് ഈ അഡ്വക്കേറ്റിന്റെ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരിക്കാം, പക്ഷെ ഈ ബിസിനസ്സിലൂടെ വിജയിക്കണം, എനിക്ക് വിജയിച്ചേ തീരൂ. എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ വേറെ മാർഗങ്ങളില്ല. അതുകൊണ്ട് എക്സ്പീരിയൻസ് പറയുന്ന ആളുകൾ അതുപോലെ അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാർ. തുടക്കത്തിലൊക്കെ ഞാൻ ബിസിനസ്സിന് വന്നപ്പോൾ തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ പോലും മീറ്റിങ്ങുകളൊക്കെ പലരും വിളിച്ചെന്ന് ആലപ്പുഴയിലാണെങ്കിൽ, പക്ഷെ ഒരു മടി കൂടാതെ ആലപ്പുഴയിലേക്ക് സ്റ്റാർ എബോ മീറ്റിംഗ് തൊട്ട് എല്ലാ മീറ്റിങ്ങിലും പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. ആ മീറ്റിംഗിൽ പങ്കെടുത്തു. സ്റ്റാർ എബോ മീറ്റിംഗ്, റൂബി എബോ മീറ്റിംഗ് ആയി, TC എബോ മീറ്റിംഗ് ആയി, അങ്ങനെ മീറ്റിംഗ് ആയി. ഇന്ന് ആ ഒരു കൂട്ടത്തിൽ നിന്ന് പുറത്തു പോവാതെ, ആ സപ്പോർട്ട് സിസ്റ്റത്തിൽ പുറത്തു പോവാതെ അതിൽ എല്ലാ കാലത്തും ഒരുമിച്ച് നിൽക്കാൻ ഒരു ബുദ്ധി മാത്രമാണ് ഞാൻ കാണിച്ചത്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആകാൻ സാധിച്ചുള്ളൂ. നമുക്കറിയാം നമ്മളുടെ ബുദ്ധി ഇതൊക്കെ നടക്കുമോ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിൽക്കുമോ എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മളെ എവിടെ എത്തിക്കാതെ പോകുന്നത്. ഇതാണ് ഇതിന്റെ സിസ്റ്റം. ഈ സിസ്റ്റത്തിനെ കണ്ണുമടച്ച് വിശ്വസിച്ച് ലീഡേഴ്സിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ സപ്പോർട്ട് സിസ്റ്റം. എന്തിനും ഏതിനും നമുക്ക് കൃത്യമായ സപ്പോർട്ട് സിസ്റ്റം നമുക്കുണ്ട്. ആ സപ്പോർട്ട് സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുന്നുണ്ട്. ആ സപ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മൾ പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ആ സപ്പോർട്ട് സിസ്റ്റം നമുക്ക് കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ട്, ടീമിന്റെ ഭാഗത്തുനിന്നുണ്ട്, ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ട്. എല്ലാം നമുക്ക് പ്രൊഡക്റ്റിന്റെയും ആണെങ്കിൽ തന്നെയും നമുക്ക് പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് സിസ്റ്റത്തിലൂടെ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബിസിനസ്സിൽ ഈ ഡയറക്ഷനിൽ വിജയിക്കണമെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്ത് വിജയിപ്പിക്കാം എന്ന് ആരും ചിന്തിക്കരുത്. ഇതൊരു ടീം വർക്കാണ്. എല്ലാ ലീഡേഴ്സിന്റെ അപ്ലൈൻഡ് ആയിട്ടുള്ള ബന്ധം വേണം, നമ്മുടെ കൂടെ വരുന്ന അസോസിയേറ്റഡ് ബന്ധം വേണം. പലപ്പോഴും ആളുകൾ കോമൺ ആയിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ ഈ ബിസിനസ്സിലുണ്ട്. ഈ ബിസിനസ്സുകൾ പലപ്പോഴും ഇതിനെ പിന്നോട്ട് വലിക്കുന്ന ഇതിന്റെ ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ്. ഇതിനെ ഒരു പിരമിഡ് സ്കീമാണ് എന്നുള്ള രീതിയിലുള്ള ചിന്ത. എന്ന് വെച്ചാൽ നമ്മളിത് ഒരു പിരമിഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജോലിയിൽ നിൽക്കുമ്പോഴാണ് പിരമിഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ കാര്യം. ഒരു ടോപ്പ് ലെവൽ ഒരു ഓഫീസർ, അതിന് താഴെ കുറെ ഉദ്യോഗസ്ഥന്മാര് എന്നുള്ള പറയുന്നത് ഇതാണ് പിരമിഡ് സ്കീം. അതുപോലെ തന്നെ പിരമിഡ് സ്കീം എന്ന് പറയുന്നത് ഇല്ലീഗൽ പിരമിഡ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഒരു പിരമിഡിന്റെ ആകൃതിയിൽ വന്നാൽ മാത്രമേ വരുമാനം കിട്ടുള്ളൂ എന്നുള്ള ചിന്ത പല ആളുകളും പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ചിന്താഗതികളൊന്നുമില്ല. പക്ഷെ ഇന്ന് കൃത്യമായിട്ട് ലീഗലായിട്ടുള്ള എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് പാലിച്ച് ഇന്ന് തുടക്കം മുതൽ തന്നെ കേരള ഗവൺമെന്റ് ഇതിനു വേണ്ടി ആദ്യമായിട്ട് തന്നെ ഒരു നിയമം, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നിയമം കൊണ്ടുവന്ന ഒരു സംസ്ഥാനമാണ് കേരള ഗവൺമെന്റ്. ആദ്യമായിട്ട് ടാക്സിന്റെ ഒരു കൃത്യമായ അസാധാരണമായ ഗസറ്റ്, നമ്മളെല്ലാവരും മീറ്റിംഗ് സെന്ററിൽ കാണുന്ന അസാധാരണ ഒരു ഗസറ്റിലൂടെ ഇത് ആദ്യമായിട്ട് നിയമം കൊണ്ടുവന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതിനുശേഷം കേരള ഗവൺമെന്റും പിന്നീട് ഇതിന്റെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ടാക്കി. കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള ഒരു നിയമ ഇതുണ്ടാക്കി. അങ്ങനെ കൃത്യമായിട്ടുള്ള വലിയ നിയമ സംവിധാനങ്ങൾ ഇന്ന് വളരെ ശക്തമായിട്ട് ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ ഒരു പിരമിഡ് സ്കീം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. ഇന്ന് ശരിക്കും ചെയ്ത് എന്ത് വോളിയം ബിസിനസ് ചെയ്യുന്നു അതനുസരിച്ചുള്ള വരുമാനമാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ തുടക്കത്തിൽ വന്ന ആൾക്കാർക്കും ടോപ്പ് ലെവൽ ലീഡേഴ്സ് മാത്രമാണ് വരുമാനം കിട്ടുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതിൽ മുന്നേ വന്ന ആളുകൾക്ക് മാത്രമേ. ഞാനൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷം വന്ന ഒരു വ്യക്തിയാണ് ഈ ബിസിനസ്സിൽ. ഇതുപോലെ എന്നെക്കാളും വരുമാനം മേടിക്കുന്ന ധാരാളം ആളുകൾ എൻ്റെ കൂടെ വന്ന, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ എന്നൊക്കെ ശേഷം വന്ന ധാരാളം ആളുകൾ വരുമാനം മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനൊരു ടീം ടോപ്പ് ലെവൽ ലീഡേഴ്സിന് വരുമാനം കിട്ടുള്ളൂ എന്ന് പറയുന്നത് കറക്റ്റാണ്. എന്ന് വെച്ചാൽ
അത് ഒരു തരത്തിൽ കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആവും. എന്താ പറഞ്ഞു വെച്ചാൽ ഒരു ടീമിനെ ഉണ്ടാക്കിയാൽ അതിന്റെ ടോപ്പിലെ ലീഡർ ആയിട്ട് നിന്നാൽ ഒരു ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിൽ വരുമാനം. ഇതിൽ പക്ഷെ ഇത്ര ലീഡർമാരെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ആരും പറയുന്നില്ല. ആർക്ക് വേണമെങ്കിലും ലീഡർ ആവാം. നമ്മൾക്കിതിനെ ഒരു പൊസിഷൻ അല്ല ലീഡർ എന്ന് പറഞ്ഞാൽ. ഒരു NTC റാങ്കിലുള്ള ATC റാങ്കിലോ CTC റാങ്കിലുള്ള ആളല്ല ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവൃത്തി കൃത്യമായിട്ട് പോസിറ്റീവായി നമ്മൾ തിങ്ക് ചെയ്ത് കൂടെയുള്ള ആളുകൾക്ക് വരുമാനം മേടിച്ചു കൊടുത്ത് അവരെ നയിച്ചു കൊണ്ടുപോകുന്നു. നമ്മളെപ്പോലെ നിരവധി ആളുകളെ നമ്മുടെ ടീമിൽ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് ലീഡർ എന്ന് പറഞ്ഞാൽ. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിൽ വരാൻ, ടോപ്പ് ലെവൽ ലീഡർ ആവാൻ ഒരു റെസ്ട്രിക്ഷനും ഡയറക്ട് സെല്ലിങ്ങിനോ മൈലേജ് സ്റ്റൈലോ ഇല്ല. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ട്. ടോപ്പ് ലെവൽ ലീഡേഴ്സ് മാത്രമേ കിട്ടൂ എന്നുള്ളത്. ഇത് ടോപ്പ് ലെവൽ ലീഡറിലേക്ക് ആർക്കും എത്താമെന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് പലപ്പോഴും ഈ ബിസിനസ്സിനെ കടന്നു വരുന്ന ആളുകൾ ആദ്യം കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം എന്നുള്ളത് തന്നെയാണ്. അതാണ് പലപ്പോഴും ആളുകൾ വന്നു കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, ട്രെയിനിങ് വേണം, പ്രോഗ്രാം വേണം, ഇത് പെട്ടെന്നൊന്നും വരുമാനം കിട്ടില്ല എന്നുള്ള ചിന്തകളിലൂടെ ആളുകൾ പുറകോട്ട് ഇന്ന് വന്ന് തുടങ്ങി നാളെ തന്നെ കിട്ടണം എന്നുള്ള ചിന്തയില്ല. നമ്മൾ ഈ ബിസിനസ് കടന്നു വന്ന ഉടനെ തന്നെയാണെങ്കിലും നമ്മളെ പലരോടും ബിസിനസ് പറഞ്ഞിട്ടില്ലെങ്കിൽ പല ആളുകളും നമ്മളെ കളിയാക്കുക എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇനി ഈ ബിസിനസ് വന്ന് കാറ് കിട്ടും അല്ലെങ്കിൽ പ്രോഗ്രാമിൽ കിട്ടും വലിയ അച്ചീവ്മെന്റ് ഒക്കെ പറയുമ്പോൾ നമ്മളോടും നമ്മുടെ കൂടെയുള്ളവർ ചോദിച്ചു കൊടുക്കും, നീ കാറ് മേടിച്ചോ, നീ കാറ് എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചു തുടങ്ങും. ഇത് പെട്ടെന്ന് വന്ന് ഇന്ന് തുടങ്ങി നാളെ ഏതൊരു നാളെ പണക്കാരനാവുന്ന ഒരു ബിസിനസ് അല്ല. ഏതൊരു ബിസിനസ് പോലെ തന്നെ ഏതൊരു ബിസിനസ് മറ്റ് ബിസിനസ്സുകളെക്കാളും എളുപ്പത്തിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഏത് പ്രൊഫഷനേക്കാളും എളുപ്പത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്. ഞാൻ 32 കൊല്ലമായി ഈ പ്രൊഫഷനിൽ വന്നിട്ട്, പക്ഷേ ഇവിടെ 32 കൊല്ലം ഉണ്ടാക്കിയതിനേക്കാൾ വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത് ക്വിക്ക് റിച്ച് മണി തന്നെയാണ്. 32 വർഷം എന്റെ ജീവിതത്തില് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ റിട്ടയർ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് എന്റെ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത്രയും കാലഘട്ടം ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നപ്പോ ഇവിടെ 7 വർഷം കൊണ്ട് മുമ്പ് മാത്രം സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ്സിലൂടെ ജീവിതത്തിൽ ആ പ്രൊഫഷൻ ഉണ്ടാക്കിയതിനൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ വേണമെങ്കിൽ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമെന്നല്ല, ഒരു മണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വരുമാനം ഉള്ള ഒരു ബിസിനസ് ആയിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. അല്ലാതെ ഇതൊരു സ്കീമോ പദ്ധതിയോ കാര്യങ്ങളൊന്നും അല്ല. ഇത് പണിയെടുത്താൽ മാത്രം വരുമാനങ്ങൾ. പെട്ടെന്ന് ഇന്ന് തുടങ്ങി നാളെ വലിയ പണിക്കാരനാവുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെന്നെങ്കിലും എവിടെ ഇൻവെസ്റ്റ് ചെയ്ത് 10 കോടി തന്നാൽ 10 ലക്ഷം അതിന് ഇത്ര ഇരട്ടി തരാന്ന് പറയുന്ന സ്കീമുകളൊന്നുമല്ല. ഇത് തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഇതിലെ ഒരു പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. നമ്മൾ ജീവിതത്തിൽ പല വർഷങ്ങളോളം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-6 വർഷം ശക്തമായിട്ട് പ്രവർത്തിച്ചാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ആളുകൾ ഉൽപ്പന്നങ്ങൾ വിറ്റാൽ മാത്രമാണ്, നല്ല സെയിൽസ്മാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമാണ് വിജയിക്കാൻ സാധിക്കും എന്നുള്ള പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരു ഉൽപ്പന്നം പോലും തുടക്കത്തിൽ എൻ്റെ പ്രൊഫഷന്റെ ഒരു പ്രത്യേകത വെച്ച് ഞാൻ ഒരിക്കലും ആളുകളോട് ഉൽപ്പന്നം വിൽക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ ഞാൻ ഉപയോഗിച്ചും സുഹൃത്തുക്കൾ ബന്ധുക്കൊടുത്ത് അതിന്റെ റെസ്പോൺസും അത് പല ആളുകളിലും നല്ല ഉൽപ്പന്നങ്ങളെ വിളിച്ച് റെഫർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഈ ഓപ്പർച്യൂണിറ്റി റെഫർ ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ഒരു സെയിൽസ്മാൻ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ആവശ്യമില്ല. ഇത് ഞാൻ ഇത്രയും കാര്യങ്ങൾ, കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.